യെസ്, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. സോ നമുക്ക് ബാലൻസ് കുറച്ച് ഡെഫിനിഷൻസും കൂടി ഉണ്ടാകുന്ന നമുക്ക് കവർ ചെയ്യാം. നോക്കാം. അടുത്ത് അസസ്മെന്റ് ഇയർ. ഓക്കെ, എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് വെച്ചാൽ അസസ്മെന്റ് ഇയർ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 9 അസസ്മെന്റ് ഇയർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കണക്കെടുക്കുന്ന വർഷം. ഓക്കെ, സോ ഏത് വർഷമാണോ കണക്കെടുപ്പ് നടത്തുന്നത്, ഓക്കെ, ആ ഒരു വാല്യുവേഷൻ ചെയ്യുന്നത്, ആ ഒരു വർഷത്തിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന്. ഓക്കെ, അപ്പോൾ അസസ്മെന്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട മറ്റൊരു ഡെഫിനേഷനാണ്, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് 34 റീഡ് വിത്ത് സെക്ഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ സെക്ഷൻ നമ്പർ 3യും കൂടി പ്രീവിയസ് ഇയറിൽ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനേഷൻ പ്രീവിയസ് ഇയറിൽ പറയുന്ന സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 24. അപ്പോൾ ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ പറയാം, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം, അസസ്മെന്റ് ഇയറിലോട്ട് പോകാം. എന്നാലും പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വർഷത്തിൽ, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് അടക്കുന്ന സമയത്ത് ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആണോ, ഓക്കെ, കൺസിഡർ ഏത് വർഷത്തിലാണ് ഇൻകം ഏൺ ചെയ്തത്, ആ ഒരു വർഷത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ കണക്കെടുക്കുന്നത് ഏത് വർഷത്തിലായിരിക്കും? അസസ്മെന്റ് ഇയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അസസ്മെന്റ് ഇയറിൽ നിൽക്കുമ്പോൾ അസസ്മെന്റ് ഇയർ തൊട്ട് മുമ്പത്തെ വർഷമാണ് പ്രീവിയസ് ഇയർ. ദെൻ അസസ്മെന്റ് ഇയറിലാണ് ആ പ്രീവിയസ് ഇയറിൻ്റെ എന്തടക്കുന്നത്? ടാക്സ് അടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതിൽ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ച് ഇയേഴ്സ് ഞാൻ എഴുതുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ 1/4/2023, ദെൻ 1/4/2024, ഓക്കെ, 1/4/2025, ഓക്കെ, 1/4/2026, ഓക്കെ, 1/4/2027. ഇത്രയും വർഷങ്ങൾ. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇതിനെ നമ്മൾ ഇപ്പോൾ ഇത് ഇയർ 1, ഇത് ഇയർ 2, ഇയർ 3, ഇയർ 4. ഈ ഒരു ഫസ്റ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2023 ഏപ്രിൽ 1 മുതൽ, ഓക്കെ, 2024 മാർച്ച് 31, ഓക്കെ, അപ്പോൾ 1/4 നെക്സ്റ്റ് ഇയർ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പത്തെ ഡേറ്റ് വരും. ഓക്കെ, 31/3/2024 വരെയുള്ള ആ ഒരു വർഷത്തിൽ ഏൺ ചെയ്ത വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 23-24 ഏൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഏൺ ചെയ്ത വർഷത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ 2023, ഓക്കെ, 24 ആണ്. 1/4/2023 നമുക്ക് കലണ്ടർ ഇയർ അല്ല വരുന്നത്, ഫിനാൻഷ്യൽ ഇയർ ആണ് വരുന്നത്. അപ്പോൾ 2023 ഏപ്രിൽ 1 തൊട്ട് 2024 മാർച്ച് 31 വരെയുള്ള ആ ഒരു വർഷം നമ്മൾ ജനറേറ്റ് ചെയ്ത ഇൻകം. ഓക്കെ, ആ ഇൻകം ജനറേറ്റ് ചെയ്ത വർഷത്തിന് വിളിക്കുന്ന പേരാണ് പ്രീവിയസ് ഇയർ. ദെൻ അതിൻ്റെ ടാക്സ് കണക്കാക്കേണ്ടത് തൊട്ടടുത്ത വർഷത്തിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ ഏതായിരിക്കും? അതിനാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? 2024-25 വർഷത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ 23-24 പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ അസസ്മെന്റ് ഇയർ 24-25 എന്ത് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പോൾ ഇയർ 2 ഏതായിരിക്കും? ഇയർ 2ൽ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നപ്പോൾ ഏതായിരിക്കും? 2024-25 വർഷത്തിൽ ഏൺ ചെയ്ത ഇൻകം. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2025-26. സോ ഇതാണ് നമുക്കിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളത്, നമ്മളുടെ വരും വർഷത്തിൽ നമുക്ക് റെലവൻ്റ് ആയിട്ട്. ഇനി അടുത്ത് നമുക്ക് 2025 ഏപ്രിൽ 1 മുതൽ 2026 വരെ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഇയർ വരുന്നത് 2025-26, അസസ്മെന്റ് ഇയർ വരുന്നത് 2026-27, ഇയർ 3. ഇതിനടുത്ത് പ്രീവിയസ് ഇയർ വരുന്നത് 2026-27, അസസ്മെന്റ് ഇയർ വരുന്നത് 2027-28. ഓക്കെ, സോ ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ് പ്രീവിയസ് ഇയർ എന്നുള്ളതും എന്താണ് അസസ്മെന്റ് ഇയർ എന്നുള്ളതും. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണുന്നത് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടാക്സ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2025-26 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എക്സാം വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ CA കോഴ്സുകൾ അല്ലെങ്കിൽ CS എക്സാം വരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് മെയ് 2025 അല്ലേ, സോ ജൂൺ 2025, ഓക്കെ, അതുപോലെ തന്നെ സെപ്റ്റംബർ 2025 വരാം. ഓക്കെ, ഡിസംബർ അല്ലെങ്കിൽ നവംബറിൽ, ഓക്കെ, നവംബറിൽ ഉണ്ടാവില്ല. ഡിസംബർ 2025, ജനുവരി 2026, ഓക്കെ,
അപ്പോൾ ഈ ഒരു എക്സാമുകളൊക്കെ നമുക്ക് വരുന്നത് ഏത് അസസ്മെൻ്റ് ഇയറിലായിരിക്കും? അസസ്മെൻ്റ് ഇയർ 25-26. അപ്പോൾ നമ്മൾ 2025-26 അല്ലേ, ഈ സമയങ്ങളെല്ലാം ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് വരുന്നത്? ഇപ്പോൾ ഈ മെയ് എക്സാം ആണെങ്കിലും ജൂണും സെപ്റ്റംബർ, ഡിസംബർ, ജനുവരി എക്സാമുകളൊക്കെ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് വരുന്നത്? 2025-26. അപ്പോൾ 2025-26 എന്നുള്ള ആ ഒരു അസസ്മെൻ്റ് ഇയർ എടുക്കുമ്പോൾ അതിന് മുമ്പത്തെ വർഷം, സാധാരണ പ്രീവിയസ് ഇയർ, അപ്പോൾ ആ വർഷത്തെ ഇൻകത്തിനാണ് അസസ്മെൻ്റ് ഇയറിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഇയർ 24-25 ആണ്, ദെൻ അസസ്മെൻ്റ് ഇയർ 25-26 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയറിൽ, ഓക്കെ, നമ്മളിവിടെ ഡിഫറെൻറ്റ് പ്രീവിയസ് ഇയേഴ്സ് കണ്ടു. ഈ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഇൻകത്തിന് അസസ്മെൻറ്റിൽ ടാക്സ് കൊടുക്കണം. ദെൻ ആ ഒരു അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ഫയൽ ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ എന്താണ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻകത്തിൻ്റെ ഒരു ഡാറ്റ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ആ ഒരു ഇൻകം കിട്ടിയിട്ടുള്ളത്, ഇൻകം ടാക്സ് നിയമപ്രകാരം അതെങ്ങനെയാണ് അതിൻ്റെ ടാക്സ് കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിട്ടേൺ ഗവൺമെൻറ്റിലോട്ട് എന്ത് ചെയ്യുക? ഫയൽ ചെയ്യാം. ദെൻ ആ ഡാറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസിൽ, ഇൻ കേസ് ഇൻകം ടാക്സ് ഓഫീസ് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്റർ എന്നുള്ള ബാംഗ്ലൂർ ഓഫീസും, അതുകൂടാതെ നമ്മളുടെ ഓരോരുത്തരും ജുറിസ്ഡിക്ഷനിൽ വരുന്ന ഇപ്പോൾ തൃശ്ശൂരും എറണാകുളത്തൊക്കെ ഇൻകം ടാക്സ് ഓഫീസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ AO എന്ന് പറയുക, അസസിങ് ഓഫീസർ എന്നാണ് പറയുക. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിലുള്ള അസസിങ് ഓഫീസർ, അതായത് വാല്യൂറ്റ് ചെയ്യുന്ന ഓഫീസർ ഇത് വെരിഫൈ ചെയ്തിട്ട്, കുറേയൊക്കെ ഓൺലൈൻ പ്രോസസ്സിംഗ് ആണ്, ദെൻ റാൻഡംലി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ചെക്കിങ്ങിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ വെരിഫിക്കേഷൻ സ്ക്രൂട്ടിനിക്ക് എടുത്തിട്ട് അതിൽ ടാക്സ് കറക്റ്റായിട്ട് പേ ചെയ്തിട്ടുണ്ടില്ലേ എന്ന് നോക്കിയിട്ട് പിന്നീട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും, പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ആ റിട്ടേൺ ഫയൽ ചെയ്യുക, ദെൻ അതെന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ കോൺസെപ്റ്റ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഇയർ 2024-25, 2024-25. അപ്പോൾ 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള വരുമാനത്തിന് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് ഇയർ 2025-26 നമുക്ക് ദാറ്റ് 2025 ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ വരെ നമ്മൾ 2026 മാർച്ച് 31 വരെയുള്ള അതാണ് അസസ്മെൻറ്റ് ഇയർ ആയിട്ട് വരുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കി. ഇനി ഡെഫിനേഷനിലോട്ട് വരികയാണെങ്കിൽ നോക്കാം. പ്രീവിയസ് ഇയർ സെക്ഷൻ 2 ക്ലോസ് 24 റീഡ് സെക്ഷൻ 3 പറയുന്നത് പ്രീവിയസ് ഇയർ മീൻസ് ദ പീരിയഡ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ഇയർ മുമ്പത്തെ വർഷത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നില്ല, പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്, ഏത് വർഷമാണ് ഇൻകം ഏൺ ചെയ്ത് ആ വർഷം. ഓക്കെ, സോ ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ടാക്സ് ഇൻ ദ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കാൽക്കുലേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. നോർമലി അതെന്തായിരിക്കും? 1 ഏപ്രിൽ ടു 31 മാർച്ച് ആയിരിക്കും നമുക്ക് പ്രീവിയസ് ഇയർ വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ 2024-25 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 1 മുതൽ 2025 31 എന്തായിരിക്കും? മാർച്ച് ആയിരിക്കും നോർമലി. അപ്പോൾ ഓൾവേസ് ഈ ഒരു പ്രീവിയസ് ഇയർ 12 months ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം അപ്പോൾ വരും. ഓക്കെ, ഓൾവേസ് പ്രീവിയസ് ഇയർ എന്തായിരിക്കും? 12 months ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഓൾവേസ് 12 months ആയിരിക്കില്ല. കാരണം സപ്പോസ് ഞാനിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിലാണെന്ന് വിചാരിക്കും. ഇപ്പോൾ 2024 ഒരു ഒക്ടോബർ 1 തീയതിയാണ്, 1 ഒക്ടോബറിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഇന്ത്യയിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എനിക്കൊരു ടാക്സബിൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് 1 ഒക്ടോബർ മുതലാണെങ്കിൽ, അപ്പോൾ എൻ്റെ ഇൻകം ഏൺ ചെയ്യുന്ന ടൈം എവിടെ നിന്നോട്ടാണ്? 2024 ഒക്ടോബർ 1 ടു 2025 മാർച്ച് 31. അപ്പോൾ അവിടെ എൻ്റെ പ്രീവിയസ് ഇയർ എത്രയേ വരുന്നുള്ളൂ? ജസ്റ്റ് ഒരു 6 months വരുന്നുള്ളൂ, അല്ലേ? 1 ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് ഒരു ന്യൂലി സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ജോബിന് പോയി തുടങ്ങിയത്, അപ്പോൾ എനിക്കൊരു ജൂലൈ മാസം തൊട്ടാണ് സാലറി കിട്ടി തുടങ്ങിയതെങ്കിൽ എൻ്റെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ടു മാർച്ച് വരെ ആയിരിക്കും. ഓക്കെ, സോ ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷത്ത് ജൂലൈ തൊട്ട് പിന്നത്തെ വർഷം മാർച്ച് 31 വരെ. അപ്പോൾ പ്രീവിയസ് ഇയർ ഓൾവേസ് എന്താവണമെന്നില്ല. ഓക്കെ, നമുക്കൊരു 12 months തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ലെസ് ദാൻ 12 months ആവാം. സബ്സിക്വൻറ്റ് ഇയേഴ്സിലൊക്കെ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? 12 months ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് താഴെ പറയുന്നത് ദ പ്രീവിയസ് ഇയർ ഇൻ കേസ് ഓഫ് എ ന്യൂലി സെറ്റപ്പ് ബിസിനസ്, അല്ലെങ്കിൽ ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം, ഈ ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിൽ ഒരു ഡേറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നെ ആ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഡേറ്റ് ടു എവിടെ വരെ ആയിരിക്കും? 31 മാർച്ച് ആയിരിക്കും. അപ്പോൾ ആ ഒരു
ടൈമിൽ മാത്രം നമുക്ക് പ്രീവിയസ് ഇയർ എത്ര വരാൻ ചാൻസ് ഉണ്ട്, ലെസ് ദാൻ 12 മന്ത്സിന് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻ സച്ച് കേസസ് പ്രീവിയസ് ഇയർ സ്റ്റാർട്ട്സ് ഫ്രം എന്ന് എവിടെ നോട്ടായിരിക്കും, ദ ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ദി ന്യൂ ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നാണോ സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് എന്നാണോ തുടങ്ങിയത് അവിടെ മുതൽ എവിടം വരെ എൻഡ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് 31st മാർച്ച്. അപ്പോൾ പ്രീവിയസ് ഇയർ നോർമലി 1st April to 31st മാർച്ച് ആണ്. പക്ഷെ ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു ന്യൂ ബിസിനസ് ഓർ പ്രൊഫഷൻ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ 31st മാർച്ച് വരെ ആയിരിക്കും പ്രീവിയസ് ഇയർ. അത്തരം സിറ്റുവേഷനിൽ അത് ലെസ് ദാൻ 12 മന്ത്സ് ആവാം. നേരെ മറിച്ച് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ ഇൻകത്തിന് തൊട്ടടുത്ത വർഷം, തൊട്ടടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 1st April തന്നെയാണ് അല്ലേ. then എവിടെ വരെ, തൊട്ടടുത്ത വർഷത്തെ 31st മാർച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾവേസ് അസസ്മെന്റ് ഇയർ എന്തായിരിക്കും, 12 മന്ത്സ് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈവൻ പ്രീവിയസ് ഇയർ ലെസ് ദാൻ 9 മന്ത്സോ അല്ലെങ്കിൽ ലെസ് ദാൻ 12 മന്ത്സ് ഉള്ള സിറ്റുവേഷനിൽ തന്നെ അസസ്മെന്റ് ഇയർ ഓൾവേസ് എത്ര ഉണ്ടായിരിക്കും, 12 മന്ത്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അസസ്മെന്റ് ഇയർ മീൻസ് എ പീരീഡ് ഓഫ് 12 months always. Okay, starting from 1st April of the every year and ending with the 31st March of the succeeding year. Okay, for example ഇപ്പോൾ നമ്മളുടെ 2024 ഒക്ടോബർ 1 ഞാനൊരു ബിസിനസ് തുടങ്ങി വിചാരിക്കാം. അപ്പം എൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും, 2024 1st October മുതൽ എവിടം വരെ ടു 31st മാർച്ച് 2025 വരെ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024 1st October ഇവിടെ എത്ര മാസം കിട്ടിയിട്ടുള്ളൂ, 6 മന്ത്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, പ്രീവിയസ് ഇയർ ലെസ് ദാൻ 12 മന്ത്സ് വന്നു. പക്ഷേ ഈ ഒരു പ്രീവിയസ് ഇയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ഉണ്ടാക്കിയ ഇൻകത്തിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെന്റ് ഇയർ 2025-26 അല്ലേ, 2025-26 അതെവിടെ നോട്ട് തന്നെയാണ്, ദറ്റ് ഈസ് 1st April 2025 മുതൽ ഓക്കെ 31st മാർച്ച് ഓക്കെ 2000 ഏതുവരെ വരും, 26 വരെ വരും. അപ്പോൾ ഇവിടെ എത്ര തന്നെ ഉണ്ട്, 12 മന്ത്സ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾവേസ് അസസ്മെന്റ് ഇയർ എത്ര ഉണ്ടാവും, 12 മന്ത്സ് ഉണ്ടായിരിക്കും. പക്ഷെ പ്രീവിയസ് ഇയർ നോർമലി 12 മന്ത്സ് ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ഒരു ന്യൂ ബിസിനസ് സെറ്റപ്പ് ചെയ്ത വർഷം അല്ലെങ്കിൽ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം വന്നത് ആദ്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ലെസ് ദാൻ 12 മന്ത്സും ആവാം. ഇതാണ് വിത്ത് റെസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെന്റ് ഇയർ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു, അസസ്മെന്റ് ഇയർ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 9. അസസ്മെന്റ് ഇയർ മീൻസ് എ പീരീഡ് ഓഫ് 12 months and previous year section number 2 close 34 read with section number 3. അത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. ഇനി സെക്ഷൻ നമ്പർ 3 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്, സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി, സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ്, സെക്ഷൻ നമ്പർ 3 പ്രീവിയസ് ഇയർ. ഓക്കെ, സെക്ഷൻ നമ്പർ 3 പ്രീവിയസ് ഇയർ. ഇനി നോർമലി നമ്മൾ പറഞ്ഞു ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ വിൽ ബി അസസ്ഡ് ഇൻ ദി അസസ്മെന്റ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. എന്നാലും അതിന് ചെറിയൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ദറ്റ് ഈസ് ദ കേസസ് വെൻ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ഇൻ ദി സെയിം ഇയർ. ദറ്റ് ഈസ് പ്രീവിയസ് ഇയറിൽ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ കണക്കാക്കപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർ എക്സാം തിയറി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡെഫിനിഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മളത് പഠിക്കാം. ഓക്കെ, തൽക്കാലം അത് ഇവിടെ നിൽക്കട്ടെ. നമ്മൾ അടുത്തൊരു ടോപ്പിക് കൂടെ കവർ ചെയ്തിട്ട് ഡെഫിനിഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് വരാം. അപ്പോൾ യെസ്, തിരിച്ചൊരു അടുത്തൊരു ഡെഫിനിഷനാണ് സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 24 ഇൻകം അല്ലേ. ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ഏതുമ്പോഴാണ്, ഇൻകത്തുമ്പോഴാണ്. അപ്പോൾ അടുത്തൊരു എന്താണ് ഈ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് ഇൻകം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 24 ഒരു 1.5 പേജ് 2 പേജോളം ഉള്ളൊരു ഡെഫിനിഷനായിട്ട്, ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷനായിട്ട് ഇൻകം ഇൻക്ലൂഡ്സ്. ഓക്കെ, കാരണം ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ സ്പ്രെഡായി വൈഡായി കഴിഞ്ഞാൽ അത്രയും കാര്യം അതൊക്കെ ഇൻകം ആണെങ്കിൽ അതിനൊക്കെ ഗവൺമെൻറ് എന്ത് കിട്ടും, ടാക്സ് കിട്ടും. അപ്പോൾ ഇൻകം ഒരിക്കലും എക്സോസ്റ്റീവ് ഡെഫിനിഷൻ ആക്കൂല. ഇൻകം എന്തായാലും ഇൻക്ലൂസീവ്, കാരണം നാളെ എന്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്തായി മാറണം, ഇൻകം ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 24 ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചുള്ളത് ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകം ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ ഇൻക്ലൂസീവ് മാനർ ആണ്, നോട്ട് എക്സോസ്റ്റീവ്. ഓക്കെ, ഏകദേശം 1.5-2 പേജുള്ള ഡെഫിനിഷനാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അതിൻ്റെ ആവശ്യം വരുമ്പോൾ അത് എവിടെയാണ് അതിൻ്റെ ആവശ്യം
ആവശ്യം. അത് എല്ലാ ചാപ്റ്ററിലും അതുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷൻ്റെ ഇതായിട്ട് വരുന്നത്. പക്ഷേ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഡെഫിനേഷൻസ് കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 24 ഇൻകം ഡെഫിനേഷൻ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തുള്ളത്, ഒരു ഇൻക്ലൂസീവ് മാനറിലാണ്, നോട്ട് എക്സോസ്റ്റീവ്. ഓക്കെ, യെസ്. ഇങ്ങനെയാണ് ഇൻകം ടാക്സിൻ്റെ ഒരു പ്രോസസ്സ്. നമ്മളിതുവരെ കുറച്ച് ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ടാക്സ് കാൽക്കുലേഷനിലോട്ട് നമ്മൾ പോകാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഹെഡ്സ് ഓഫ് ഇൻകം, അടുത്തൊരു ടോപ്പിക്കാണ് ഹെഡ്സ് ഓഫ് ഇൻകം. ദർ ആർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. എന്നാൽ ഈ ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾക്കോ, നമ്മൾ നേരത്തെ പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പേഴ്സൺ കിട്ടുന്ന എത്ര പേഴ്സൺ ഉണ്ട്, 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട് അല്ലേ. ഈ 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം. സോ 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് നമുക്ക് മെയിനായിട്ട് 5 ഹെഡായിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. 5 ഹെഡായിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ആദ്യത്തെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7 പേഴ്സൺസിൻ്റെ അകത്ത് തന്നെ ഒരാളാണ് ഇൻഡിവിജ്വൽ അല്ലേ. സോ ഇൻഡിവിജ്വൽ നിങ്ങളിപ്പോൾ SACA അല്ലെങ്കിൽ CMA CS ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കുക. ദെൻ ക്വാളിഫൈ ചെയ്തുകൊണ്ട് പല ആൾക്കാരും ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യുക, അവർ ഒരു KPMGയോ അല്ലെങ്കിൽ EY, ഡിലോയിറ്റ് പോലെയുള്ള ബിഗ് ഫോറുകളിലോ അല്ലെങ്കിൽ മറ്റ് മണപ്പുറം ഫിനാൻസ്, മുത്തൂർ ഫിനാൻസ് അല്ലെങ്കിൽ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾ, ഒരുപാട് ഇപ്പോൾ ബിഗ് ഫോർ അല്ലാതെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ നമ്മൾ എന്തിനു പോകും, എംപ്ലോയ്മെൻറ്റിന് പോകും അല്ലേ. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ജോബിന് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സാലറി കിട്ടും അല്ലേ, സാലറി. അപ്പോൾ ഇന്ത്യയിലെ ഒരാൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് കിട്ടുന്ന ഒരു വരുമാനം, ഇന്ത്യൻ ഇതിൽ എംപ്ലോയ്മെൻറ്റ് ഒരുപാട് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരുപാട് പേര് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവരാണ്, സാലറിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ. ദെൻ അതുപോലെ നമ്മളിപ്പോൾ സാലറിയിൽ വർക്കൊക്കെ ചെയ്ത് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിങ് വാങ്ങിച്ചാണ് ടൗൺ ഏരിയയിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാങ്ങിച്ചിട്ട് അതിന് തന്നെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വാടക അതും ഒരു ഇൻകമാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ്. അപ്പോൾ അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഏത് ഹെഡിൻ്റെ കീഴിലാണ്, നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി, നമ്മൾ HP എന്ന് പൊതുവെ പറയും. IFHB, that is income from house property. Okay, income from house property എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ദെൻ അപ്പോൾ 2 ഹെഡ് ആയാലും ഏതൊക്കെയാണ്, സാലറി. ദെൻ സാലറി നമ്മൾ സ്വരൂപിച്ച് വെച്ച സേവിങ് ചെയ്ത് വെച്ച എമൗണ്ട് ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിച്ചു. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വാടക നമ്മൾ എന്ത് ചെയ്യും, ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഇനി നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വാടകയൊക്കെ വരുന്ന ഒരു സമയമായി. പിന്നെ നമുക്ക് ജോബ് എന്ത് ചെയ്തു, അടുത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ CA CMA നമ്മൾ COP വെച്ചിട്ട് നമ്മളൊരു പ്രാക്ടീസ് സ്വന്തമായിട്ടൊരു ഓഫീസോ അല്ലെങ്കിൽ ഒരു ബിസിനസ്. ഫാദറിനൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ഫാദർ ഇപ്പോൾ ഏജൊക്കെ ആയപ്പോൾ ഫാദറിൻ്റെ ബിസിനസ് നമ്മളൊരു ടെക്സ്റ്റൈൽസ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജോബൊക്കെ വിട്ട് നമ്മൾ ബിസിനസ്സിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വന്തം പ്രൊഫഷനിൽ നിന്നോ, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ബിസിനസ് രണ്ടാണ്, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിക്കും. ആദ്യം പ്രൊഫഷൻ നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ബേസ്ഡാണ് അല്ലേ. സോ ബിസിനസ്സിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ CA CMA പ്രാക്ടീസ് ചെയ്യുകയോ CS ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഫാദറിൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇൻകം ഏതിൽ നിന്നാണ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനാണ്. ഓക്കെ, സോ പൊതുവെ നമ്മൾ അതിന് വിളിക്കുന്നത് PGBP. ഓക്കെ, സോ ഫുൾ ഫോം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, ആ ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അതൊരു ഹെഡായിട്ട്, മറ്റൊരു ഹെഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് PGBP എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ്. പിന്നീട് നമ്മൾ ആ ഒരു വീട് എന്ന് പറയുന്ന അസറ്റ്, ഓക്കെ, അത് കൂടാതെ നമ്മളതിൽ കുറച്ച് ഷെയറൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഷെയർസോ മറ്റ് ഡിബഞ്ചേഴ്സ് പോലുള്ള അസറ്റ്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ ആ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അതുപോലെ ഈ ഒരു നമ്മളെ കയ്യിലിരിക്കുന്ന വീടുകളൊക്കെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ അസറ്റ്സ് അതിന് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ്സ്. ഈ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിച്ച വിലനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ വാങ്ങിച്ച വീട് നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോൾ അവിടെ ഹൈവേ മറ്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റികളൊക്കെ വന്നപ്പോൾ ആ ഏരിയയിലെ വിലയൊക്കെ കൂടി. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം, ഓക്കെ, ദെൻ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം.
ദെൻ അതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി 25 ലക്ഷം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്, പക്ഷേ ഇന്നത് വിൽക്കുന്നത് 25 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രോഫിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വിളിക്കുന്നത്. അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള റിസിപ്റ്റാണ്. ഇവിടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വാടക റിക്കറിങ് ആണ്, മാസം മാസം കിട്ടുന്നതാണ്. അതൊരു റവന്യൂ നാച്ചുറൽ ഇൻകം ആണ്. അതുകൊണ്ട് നമ്മളത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നേരെ മറിച്ച് ആ ഹൗസ് പ്രോപ്പർട്ടി മുഴുവനായിട്ട് വിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ക്യാപിറ്റൽ നാച്ചുറൽ ഉണ്ടാവുന്ന ഗെയിന് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന മറ്റൊരു ഹെഡിലാണ്. അതിനെ വിളിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, ഈ CG ക്യാപിറ്റൽ ഗെയിൻസ്. ഈ ക്യാപിറ്റൽ ഗെയിൻസിന് നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ആ ഒരു അസറ്റ് നമ്മൾ കൈവശം എത്ര നാൾ നമ്മൾ കൈവശം വെച്ചു എന്നാണ്. ലോങ് ടൈം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ സമയം കൊണ്ട് കുറേ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ കൂടുതൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ പൈസ ഒരുപാട് നാൾ ഹോൾഡൊക്കെ ചെയ്തിട്ടാണ് കൈവശം വെച്ചിട്ട് ആണ് അതിൻ്റെ വാല്യൂ വർദ്ധിച്ചതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അതിന് ടാക്സ് ഒക്കെ അതിന് കുറവ് മതി എന്നുള്ളതാണ് പൊതുവെ. പിന്നെ അതിന് സ്പെഷ്യൽ ബെനിഫിറ്റുകളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. എനിക്ക് കാരണം നമ്മൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്പെക്കുലേഷനോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം നാച്ചുറൽ ഉണ്ടാക്കിയ ഗെയിനല്ല, അത്യാവശ്യം ടൈം എടുത്ത് അല്ലെ സമയമെടുത്ത് മെനക്കെട്ടുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ടാക്സ് കുറച്ച് കുറവ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ലോങ് ടൈം എന്നും ഷോർട്ട് ടൈം എന്നും ആയിട്ട്, അതായത് ഈ ക്യാപിറ്റൽ ഗെയിനെ തന്നെ നമ്മൾ ലോങ് ടൈം ഓക്കെ അതുപോലെ തന്നെ ഷോർട്ട് ടൈം എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ നമ്മളെ കയ്യിൽ ഓക്കെ ആ ഒരു അസറ്റ്സ്, ആ ഒരു ക്യാപിറ്റൽ അസറ്റ് എത്ര നാൾ നമ്മൾ കൈവശം വെച്ചു എന്നുള്ള ആ ഒരു ഹോൾഡിങ്ങിൻ്റെ ബേസിസിൽ, ഹോൾഡിങ് പീരീഡിൻ്റെ ബേസിസിൽ അസറ്റ്സുകളെ ഓക്കെ. സോ ഇപ്പോൾ 2 വർഷം, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോലെയുള്ള ക്യാപിറ്റൽ അസറ്റുകൾ ഓക്കെ. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോലുള്ള ക്യാപിറ്റൽ അസറ്റുകൾ 2 വർഷത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ കൈവശം വെച്ചതെങ്കിൽ, എന്നിട്ടാണ് നമ്മൾ മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതെങ്കിൽ ഷോർട്ട് ടൈമും, 2 വർഷത്തിന് മുകളിൽ വെക്കുകയാണെങ്കിൽ അത് ലോങ് ടൈം ആയിട്ടാണ് വരുന്നത്. അതുപോലെ ബാക്കിയുള്ള അസറ്റ്സുകൾക്കൊക്കെ സ്പെസിഫിക് ടൈം ലിമിറ്റുകൾ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ അതാത് ചാപ്റ്റർ നമ്മൾ പഠിക്കും ഓക്കെ. ഇതിനപ്പോൾ 4 ഹെഡ് ഏതൊക്കെയാണ്? സാലറി കിട്ടാം ഒരാൾക്ക് അല്ലേ, അതുപോലെ തന്നെ ആൾക്ക് ഒരു ബിൽഡിങ്ങിൽ നിന്നുള്ള റെൻറ്റ് കിട്ടാം, ഹൗസ് പ്രോപ്പർട്ടി, ഒരാൾ ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യാം, PGBP, അദ്ദേഹത്തിൻ്റെ അസറ്റ്സുകൾ വിറ്റിട്ട് ക്യാപിറ്റൽ ഗെയിൻ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് അത് ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ആവാം ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ കംസ് ടു ഇതല്ലാത്ത മറ്റ് ഇൻകംസ്. ഇതല്ലാത്ത മറ്റ് ഇൻകംസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഷെയർ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം, അതുപോലെ തന്നെ ഡിബഞ്ചർ വിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങൾ, ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭങ്ങൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസിൽ വരും. പക്ഷെ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഷെയർ എന്ത് ചെയ്യുന്നു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഗെയിൻസ് അല്ലാതെ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ അല്ലാതെ നമുക്ക് അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാറുണ്ട് അല്ലേ. സോ നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന കാലയളവിൽ നമുക്ക് ഷെയറിൽ നിന്നൊക്കെ ഡിവിഡൻഡ്, ഒരു ലാഭവിധം, ആ കമ്പനികളുടെ ലാഭവിധം കിട്ടാറുണ്ട്. ഇനി അതല്ലെങ്കിൽ പോട്ടെ നമ്മൾ സാലറി ഒക്കെ ഏൺ ചെയ്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് എമൗണ്ടുകളൊക്കെ ഇതിൽ ഏതെങ്കിലും ഹെഡിൽ വന്നിട്ടുണ്ടോ? സാലറിയിലോ ഹൗസ് പ്രോപ്പർട്ടിയിലോ PGBPയിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിലോ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ FD ഒക്കെ കിട്ടുന്ന FD ഒക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് പോലെയുള്ള മറ്റ് ഇൻകംസ്, അതായത് ഈ ഒരു ഹെഡിൽ വരാത്തതെല്ലാം നമ്മളൊരു അതേഴ്സ് എന്നുള്ള കാറ്റഗറി ആക്കിയിട്ട് IFOS എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക അക്കൗണ്ട് ചെയ്യുന്നത് ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ ഒരു 7 പേഴ്സൺസിന് കിട്ടുന്ന, അതൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, CF ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, LLP ഫേം ആരായിക്കോട്ടെ, അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇൻകംസിനൊക്കെ പൊതുവെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 5 ഹെഡിൻ്റെ അകത്തിലോട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് 5 ഹെഡ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP അഥവാ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, അതിൻ്റെ അകത്ത് തന്നെ ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ. ഇങ്ങനെ 5 ഹെഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. ദെൻ ഇൻകം ടാക്സ് ആക്റ്റിൽ അല്ലെങ്കിൽ നമ്മളിനി മുമ്പോട്ട് പഠിക്കാൻ പോകുന്ന നമ്മളുടെ ചാപ്റ്ററുകൾ ഓരോന്നും ഇത് ഓരോ ചാപ്റ്റർ ആയിട്ടാണ്. അതായത് നമ്മൾ ക്ലാസ്സിൻ്റെ 75% കവർ ചെയ്യുന്നത് ഈ ഒരു ഹെഡുകളായിരിക്കും. നമ്മളെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇതിലുള്ളത്. നമ്മളെ ബുക്കിൽ നമ്മൾ അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചാപ്റ്റർ ആയിട്ട് ഇൻകം ടാക്സ് ആക്റ്റിലകത്ത് ചാപ്റ്റർ ഉണ്ട്, ഏകദേശം 23 ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലാണ് ഇവിടെ പറയുന്നത്. ഓരോ ആക്ടിനെ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വേറെ നമ്മളിവിടെ പറയാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഹെഡിനെയും നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഇൻഡെപ്ത് ആയിട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെക്ഷൻ നമ്പർ 1 മുതൽ 298 വരെയുള്ള സെക്ഷൻസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് സെക്ഷൻ നമ്പർ 1, 2, 3 വരെ നമ്മൾ പഠിച്ചിരുന്നു. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി, ഡെഫിനിഷൻസ്, പ്രീവിയസ് ഇയർ, സെക്ഷൻ 3 പ്രീവിയസ് ഇയർ അല്ലേ. ഇനി
ഈ ഒരു ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമ്മൾ സാലറി എന്നുള്ളത് ഓക്കെ, സാലറി എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ നമ്പർ 15 മുതൽ 15 to 17. ഓക്കെ, സെക്ഷൻ നമ്പർ 15 മുതൽ 17 വരെയാണ് നമ്മൾ സാലറിയിൽ വരുന്നത്. ഇനി ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് സെക്ഷൻ നമ്പർ 22 മുതൽ 27 വരെയാണ്. ഓക്കെ, സെക്ഷൻ നമ്പർ 22 മുതൽ 27 വരെയാണ് നമുക്ക് ഏത് വരുന്നത്, സാലറി വരുന്നത്. ഇനി PGBP നമുക്ക് വരുന്നത് സെക്ഷൻ നമ്പർ 28 മുതൽ 44D വരെയുള്ള സെക്ഷൻസ് ആണ് നമുക്ക് ഏത് വരുന്നത്, PGBPയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് വരുന്നത് സെക്ഷൻ നമ്പർ 45 മുതൽ നമുക്ക് 55A വരെയാണ് നമുക്ക് എന്ത് വരുന്നത്, ക്യാപിറ്റൽ ഗെയിൻസ് എന്നത് വരുന്നത് 55A വരെ. ഇനി സെക്ഷൻ IFOs നമുക്ക് വരുന്നത് സെക്ഷൻ നമ്പർ 56 മുതൽ 59 വരെയുള്ള 56 മുതൽ 59 വരെയുള്ള സെക്ഷൻസ് ആണ് IFOസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ നമ്പർ 15 മുതൽ 17 വരെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ദെൻ 22 മുതൽ 27 വരെ ഹൗസ് പ്രോപ്പർട്ടി ആണ്. ദെൻ 28 മുതൽ 44D വരെ നമുക്ക് PGBPയും ദെൻ 45 മുതൽ 55A വരെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസും 56 മുതൽ 59 വരെ നമുക്ക് വരുന്നത് അതർ സോഴ്സസും ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് 5 ഹെഡ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റിൽ നമുക്ക് തോന്നേണ്ട ഒരു ഡൗട്ട് ഉണ്ട്. കാരണം സാർ നോക്കുകയാണെങ്കിൽ ഈ 22 മുതൽ 27 വരെ കഴിഞ്ഞിട്ട് 27ൻ്റെ അടുത്ത സെക്ഷൻ തന്നെയാണ് സാർ 28 വരുന്നത് അല്ലേ. അപ്പോൾ 28 to 44 ഉണ്ട്, 44 അടുത്ത സെക്ഷൻ തന്നെയാണ് 45 to 55 വരുന്നത്. ഇനി 55 അടുത്ത സെക്ഷൻ 56. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ദറ്റ് ഈസ് സെക്ഷൻ നമ്പേഴ്സിൽ ആ ഒരു ബ്രേക്ക് വരുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആദ്യത്തെ ഏരിയയിൽ നോക്കുമ്പോൾ സെക്ഷൻ 15 to 17 കഴിഞ്ഞാൽ 18, 19, 20 നമ്മൾ കാണുന്നില്ലല്ലോ, നേരിട്ട് 22 ആണല്ലോ വരുന്നത് അല്ലേ. ആ ഒരു ഡൗട്ട് നമ്മളവിടെ ഒബ്സർവ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനീഷ്യലി 1990s അല്ലെങ്കിൽ ആക്ട് തുടങ്ങുന്ന സമയത്ത് ഈ 5 ഹെഡുകൾക്ക് പകരം നമുക്ക് 6 ഹെഡ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു മറ്റൊരു ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഹെഡ് നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് ഉള്ള ഹെഡാണ് ആക്ച്വലി സെക്ഷൻ നമ്പർ 18 to 21 വരെ വരുന്നത്. അപ്പോൾ 1990-കളിൽ ആ ഒരു പ്രൊവിഷൻസ് ആൻഡ് ആക്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ ഈ ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ് പോലുള്ള സെക്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം 2 ടൈപ്പാണ്. ഒന്ന് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോലെയുള്ള ഇൻകംസ്, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൽ നിന്ന് വരുന്ന ഏത്, സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം ലൈക്ക് അതൊരു ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് പോലത്തെ ഇൻകം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി IFOസിൽ അങ്ങനെ ഒരു ഹെഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് എവിടെ അക്കൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, IFOസിൽ, ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഈ ഒരു സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് ചെയ്യാൻ നമുക്കിവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡ് ഉള്ളത് കൊണ്ട് ആക്ച്വലി ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് എന്നുള്ള മറ്റൊരു ഹെഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിൽ നിന്ന് തന്നെ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് പ്രസന്റ് ഈ സെക്ഷൻ നമ്പർ 18, 19, 20, 21 നമുക്ക് എന്തെങ്കിലും ആക്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആ ഒരു ബ്രേക്ക് എന്തുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 18, 19, 20, 21 നമുക്കില്ല. ഓക്കെ, അതുകൊണ്ട് സാലറി 15 മുതൽ 17 വരെ കഴിഞ്ഞാൽ ദെൻ ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് 22-ലാണ്. സോ 18 to 21 അതിൻ്റെ ഇടയിൽ മിസ്സിങ് ആവുന്നതിൻ്റെ കാരണം എന്താണ്, മറ്റൊരു ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് കറൻ്റ് നിലവിലില്ലാത്തതുകൊണ്ടാണ് അത് ആക്ടിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു 7ഓളം പേഴ്സൺസ്, ഏത് ടൈപ്പ് പേഴ്സൺ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഇൻകത്തിനെ ഈ ഒരു 5 ഹെഡ്, എല്ലാവർക്കും 5 ഹെഡ് ഉണ്ടാവണമെന്നില്ല. സോ ഉള്ള ഹെഡ് ഏതാണോ അതിൻ്റെ അകത്തുള്ള ഇൻകം എന്ത് ചെയ്യുക, അങ്ങോട്ട് അക്കൗണ്ട് ചെയ്യുക. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ എല്ലാ ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. 5 ഹെഡും കൂടി എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഓക്കെ, ഈ ടോട്ടൽ ചെയ്ത് സ്വന്തം ഓക്കെ ആ പേഴ്സൻ്റെ സ്വന്തം. ഇനി സംടൈംസ് ചില പ്രൊവിഷൻസ് ലൈക്ക് ക്ലബിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പേരിൽ വരേണ്ട ഒരു ഇൻകം നമ്മൾ ടാക്സ് ഇവേഷന് വേണ്ടി മറ്റൊരാളെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ പേരിലോട്ട് അക്കൗണ്ട് ചെയ്യും. അത് സെക്ഷൻ നമ്പർ 60 to 65 വരെയൊക്കെയുള്ള ഏരിയാസിലാണ്. സെക്ഷൻ നമ്പർ 59 ഒരു അതർ സോഴ്സ് ആണല്ലോ, 60-ലാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഹെഡ് അവസാനിക്കുന്നത് 59-ലാണെങ്കിൽ തൊട്ടടുത്ത സെക്ഷൻ 60 മുതലാണ് നമ്മൾ ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലബിംഗ് പ്രൊവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ക്ലബിംഗ് ഇൻകംസ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ഇൻകത്തിൻ്റെ കൂടെ ഈ ഒരു 5 ഹെഡിൻ്റെ ടോട്ടലിൻ്റെ കൂടെ ക്ലബിംഗ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ക്ലബിംഗ് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി കൂടാതെ നമുക്ക് മൈനസ് ചെയ്യാനും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ
ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടായിരുന്ന വിചാരിക്കുക. നമുക്ക് ബിസിനസ്സാണ് നമ്മൾ ചെയ്തിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല, ലോസ് ആയിരുന്നു. അപ്പോൾ PGBP എന്നുള്ള ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്, ഓൺലി പ്രോഫിറ്റ് മാത്രമേ അക്കൗണ്ട് ചെയ്തു അല്ല. ഇൻകം ടാക്സ്, ഇൻകം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ഇൻകം ആയിരിക്കാം, നെഗറ്റീവ് ഇൻകം ആയിരിക്കാം. അപ്പോൾ പോസിറ്റീവ് ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ദെൻ നെഗറ്റീവ് ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വർഷം നമുക്കൊരു നെഗറ്റീവ് ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ചില സിറ്റുവേഷൻസിൽ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും ഗവൺമെൻറ് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും, നെഗറ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരുന്നല്ലോ, നിങ്ങളെ പൈസ നഷ്ടപ്പെട്ടതല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്തോ, അടുത്ത വർഷങ്ങളിൽ പോസിറ്റീവ് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ ആ പോസിറ്റീവ് ഇൻകത്തിൽ നിന്ന് ഈ നെഗറ്റീവ് ഇൻകം കുറച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഇപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 2024-25 നമ്മളുടെ ലോസ് വരുന്നത്, ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് വരുന്നത് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതിന് മുമ്പത്തെ വർഷം ബിസിനസ്സിൽ നിന്ന് നമുക്കൊരു 4 ലക്ഷം രൂപ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ, ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഏകദേശം ലോസ് ഉണ്ടായ വർഷത്തിൽ നിന്ന് 8 വർഷം വരെ, നമുക്കിതൊക്കെ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആണ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിന് വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കൊരു 8 വർഷം വരെ നോർമൽ ബിസിനസ്സുകൾ, ഓക്കെ, ബിസിനസ്സിന് തന്നെ പല ടൈപ്പായിട്ട് സ്പെക്യുലേറ്റീവ് ബിസിനസ്, ഓക്കെ, നോർമൽ ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാത് ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാം. ഒരു നോർമൽ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും വർഷത്തിലുണ്ടായിരുന്ന ലോസ്, ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത 8 വർഷത്തിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വർഷങ്ങളിലോട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ പറയുക, ആ പോസിറ്റീവ് ഇൻകത്തിനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മുടെ ക്ലബിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻകത്തിൻ്റെ കൂടെ മറ്റൊരാളുടെ ഇൻകം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് നമ്മളെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ക്യാരി ഫോർവേഡ്, അതുപോലെ അല്ലെങ്കിൽ ഓക്കെ സെറ്റ് ഓഫ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് എന്ന് പറയാം. ഓക്കെ, സെറ്റ് ഓഫ് എന്താണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുന്നത്തെ വർഷങ്ങളിൽ നമുക്ക് എന്താണെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻകം ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിലെ പോസിറ്റീവ് ഇൻകത്തിനായിട്ട് അതെന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെറ്റ് ഫിഗറിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, നമ്മളതിന് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ജസ്റ്റ് ക്ലബിങ് ആഡ് ചെയ്യുക, സെറ്റ് ഓഫ് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ഫിഗർ, ദറ്റ് ഈസ് ഈ ഒരു 5 ഹെഡിൻ്റെ ടോട്ടലിൽ നിന്ന് ക്ലബിങ്ങും സെറ്റ് ഓഫും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫിഗർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം അഥവാ നമ്മൾ ഇത് GTI എന്ന് പറയും, ഈ ഒരു എമൗണ്ട്. ഓക്കെ, തന്നെ ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെയാണോ അല്ലെങ്കിൽ ഇതിനാണോ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണോ നമ്മൾ ടാക്സബിൾ ഇൻകം അല്ല. ഓക്കെ, സോ മനസ്സിലാക്കുക, നമ്മൾ ഈ ഗ്രോസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് അവിടെ ഒരു നെറ്റും കൂടി ഉണ്ടാവും അല്ലേ. സോ ഗ്രോസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നെറ്റും കൂടി നമ്മൾ വരും. സോ ഗ്രോസിൽ നിന്ന് എന്തൊക്കെയോ കുറക്കാനുണ്ട്, എന്തൊക്കെയോ ഡിഡക്റ്റ് ചെയ്യാനുണ്ട്, അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, നെറ്റ് വരുന്നത്. ഇനി എന്താണ് കുറക്കാനുള്ളത്, ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചില ഡിഡക്ഷൻസ്, ഓക്കെ, ചില ഡിഡക്ഷൻസ്, ഓക്കെ, അണ്ടർ ചാപ്റ്റർ URC എന്ന് വെച്ചാൽ അണ്ടർ ചാപ്റ്റർ, ഓക്കെ, അണ്ടർ ദി ചാപ്റ്റർ 6A. അപ്പോൾ 6A എന്ന് പറയുന്നത് നമ്മളെ ബുക്കിൻ്റെ അകത്ത് ചാപ്റ്റർ ആണോ, അല്ല, ഇൻകം ടാക്സിൻ്റെ നിയമത്തിൻ്റെ അകത്ത്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത്, ഇൻകം ടാക്സ് ആക്ടിനെ തന്നെ 23 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചാപ്റ്റർ 6A എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടാക്സബിൾ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ ഈ ഒരു ടാക്സബിൾ ഇൻകത്തിന് അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ഇൻകത്തിനാണ് എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് റേറ്റ് ഇതിൻ്റെ മുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കുന്നത് ഈ ഒരു ഡിഡക്ഷൻസ്. അപ്പോൾ ഈ ഒരു ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഓരോ ഡിഡക്ഷൻസ് എന്നുള്ളത് ഇവിടെ തന്നെ ഓരോ ഹെഡിലും അതാത് ഹെഡിൽ നമുക്ക് എന്തിൻ്റെ ഡിഡക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സാലറി കിട്ടുന്ന ഒരാൾക്ക് സാലറിയിൽ നിന്ന് 75,000 രൂപ ഡയറക്റ്റ് ഫ്ലാറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി, വീട് വാങ്ങിച്ചത് ലോൺ എടുത്തിട്ടാണെങ്കിൽ, ഓക്കെ, ആ വാടകയ്ക്ക് കൊടുക്കുന്ന വീട് വാങ്ങിച്ച് ലോൺ എടുത്തിട്ടാണെങ്കിൽ അതിൻ്റെ ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ ഇവിടെ കുറക്കാൻ പറ്റും, ബിസിനസ്സിൻ്റെ ചിലവുകളൊക്കെ ഇവിടെ കുറക്കാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഹെഡുകളിൽ നമുക്ക് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വന്ന ചിലവുകൾ, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലോസിന് വേണ്ടി നമുക്ക് വന്ന ഔട്ട്ഫ്ലോസ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ഫിഗർ തന്നെയാണ് ഓരോ ഹെഡിലും എടുക്കേണ്ടത്. അത് കൂടാതെ
അത് കൂടാതെ എക്സ്ട്രാ കിട്ടുന്ന ഡിഡക്ഷൻസിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 6A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് പറയുകയാണ് നമ്മളെ ലൈഫ് റിസ്ക്കിലാണ്, ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു പെട്ടെന്നൊരു മരണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ഫാമിലിക്ക് അതൊരു ഫിനാൻഷ്യൽ, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു സഡൻ പെട്ടെന്നുണ്ടാവുന്ന ഡെത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ ഒരു റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക. അത് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ അത് എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് അതിനെന്ത് കൊടുക്കണം, പ്രീമിയം കൊടുക്കണം അല്ലേ. അത് ഇൻഷുറൻസ് വെറുതെ കിട്ടൂല, നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ദെൻ നിങ്ങൾക്ക് ടാക്സ് തരണം, ദെൻ അതുകൂടാണ്ട് ഞാൻ ഈ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് പറയുന്നത്, ഗവൺമെൻറ്റിന് ഇന്ത്യൻ അല്ലേ നമ്മൾ പറയാം, ഗവൺമെൻറ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്, ജനങ്ങളുടെ നന്മയും കാര്യങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ് പറയും ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒരു കാര്യം ഞാൻ അത് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി എൻ്റെ വക, ഗവൺമെൻറ്റിൻ്റെ വക ഒരു എന്ത് ചെയ്യാം, ഒരു സപ്പോർട്ട് തരാം. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രീമിയം അടച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ലൈഫിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളെ ഫാമിലിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതുവഴി ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പ്രീമിയം എമൗണ്ട് നിങ്ങളെ വരുമാനത്തിൽ നിന്ന് കുറക്കാനായിട്ട് സമ്മതിക്കാം. ബാലൻസ് എമൗണ്ടിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ഒരു എൻകറേജ്മെൻറ്റ് കേൾക്കുമ്പോൾ ആൾ ചിന്തിക്കുന്നതായിരിക്കും, ഓക്കെ അപ്പോൾ ഞാൻ ഈ പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സ് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. പ്രീമിയം കൊടുക്കുന്നത് മുഴുവൻ ടാക്സിൽ നിന്ന് കുറക്കലല്ല, പകരം ഇൻകത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടാക്സ്, ഈ ഡിഡക്ഷന് ശേഷമാണ് നമ്മൾ എന്ത് കാണേണ്ടത്, ടാക്സ് കാണേണ്ടത്. ഡിഡക്ഷൻസ് എവിടെ നിന്നല്ല കിട്ടുന്നത്, ടാക്സിൽ നിന്നല്ല കിട്ടുന്നത്, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ്. ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടുമ്പിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ടാക്സ് കാണുന്നത്. അല്ലാതെ ടാക്സ് കണ്ടതിന് ശേഷമല്ല ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം ഒരാളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പറയാണ്, നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ ഫാമിലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 ഉപകാരങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്കത് ടാക്സ് സേവിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം, ലെസ് ചെയ്യാം. അണ്ടർ സെക്ഷൻ 80C 80D അങ്ങനെയുള്ള സെക്ഷൻസ് വഴി നമുക്കത് ഇൻകത്തിൽ നിന്ന് കുറക്കാം, സബ്ജക്റ്റ് ടു ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ 10 ലക്ഷം രൂപ എനിക്കുള്ള ആൾ 10 ലക്ഷം രൂപ ഡിഡക്ഷൻ എടുത്താൽ പിന്നെ 0, അപ്പോൾ ഗവൺമെൻറ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ഡിഡക്ഷൻസിനും കുറച്ച് ലിമിറ്റ്, ലൈക്ക് 1.5 lakhs എന്നൊക്കെയുള്ള ചില ലിമിറ്റുകളൊക്കെ നമ്മൾ പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ അതാത് ചാപ്റ്റർ പഠിക്കും. മനസ്സിലാക്കുക, അതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലാക്കുക. ഗവൺമെൻറ് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം അടക്കാൻ പറയുകയാണ്. ഈ പ്രീമിയം അടച്ചാൽ 2 കാര്യം. ഒന്ന്, നിങ്ങളുടെ ടാക്സ് നിങ്ങൾക്ക് കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. 2, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻസിനെ ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അസസി അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണിത് ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ, അപ്പോൾ അത്തരം എമൗണ്ടുകൾ നമുക്കൊരു ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്ത് കിട്ടുന്ന ബാലൻസ് ആയിട്ടുള്ള ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. അതിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. യെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ടാക്സ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കാണുന്ന ഒരു പ്രോസസ്സ്. ആദ്യം 7 പേഴ്സൺസ് ആരായിക്കോട്ടെ അവരുടെ 5 ഹെഡിലെ ഇൻകം ക്ലാസിഫൈ ചെയ്യുക. അതിനുശേഷം ക്ലബിംഗ് സെറ്റ് ഓഫ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ശേഷമുള്ള ഇൻകത്തിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A എന്ന് പറയുന്ന ചാപ്റ്റർ അനുവദിക്കുന്ന സെക്ഷൻ 80 സീരീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ വരുന്ന ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്ത് വരുന്ന ബാലൻസ് എമൗണ്ടിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ സ്ലാബ് റേറ്റും ബാക്കിയുള്ളവർക്ക് ഫ്ലാറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് അടുത്തടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സെക്ഷൻ 3 വരെ നമ്മൾ എന്ത് ചെയ്തു, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലേ? യെസ്. അപ്പോൾ സെക്ഷൻ 3 വരെ കഴിഞ്ഞ് നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകം കഴിഞ്ഞു. യെസ്, നോക്കാം. 5 ഹെഡ്സ് ഓഫ് ഇൻകം: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിൻ്റെ കറസ്പോണ്ടിങ് സെക്ഷൻസ് നമ്മളിവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡിൽ നിന്ന് ഇടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം വിത്ത് ക്ലബിംഗ് ആൻഡ് സെറ്റ് ഓഫ്. ദെൻ ഇൻകം ടാക്സ് ഈസ് ലെവിഡ് ഓൺ ദ ടോട്ടൽ ഇൻകം, നോട്ട് ഓൺ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലല്ല ഇൻകം ടാക്സ് വരുന്നത്, ടോട്ടൽ ഇൻകം. ഇനി എന്താണ് ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകം മീൻസ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6 നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ, എവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ സെക്ഷൻ 3 വരെ നമ്മൾ
കംപ്ലീറ്റ് ചെയ്തു. സോ സെക്ഷൻ നമ്പർ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി, സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ്, ഓക്കെ. സെക്ഷൻ നമ്പർ 3 എന്തായിരുന്നു? പ്രീവിയസ് ഇയർ. ഓക്കെ, ഇനി സെക്ഷൻ നമ്പർ 4 നമുക്ക് കിടക്കാം. സെക്ഷൻ നമ്പർ 4 പറയുന്നത് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ചാർജിങ് ഇൻകം ടാക്സ് ഓൺ ഇൻകം. ഓക്കെ, സോ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ്? ഓക്കെ, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയാലും, ഒന്ന്, ഇൻകം ടാക്സ് ആനുവൽ ടാക്സ് ആണോ മന്ത്ലി ടാക്സ് ആണോ, അല്ലെങ്കിൽ ഇൻകം വരുമ്പോൾ അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു പ്രീവിയസ് ഇയറിൻ്റെ അകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന്, ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഓൾ ടുഗദർ ആ പ്രീവിയസ് ഇയർ മുഴുവൻ നമ്മൾ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് ആനുവലി ആണ് നമ്മൾ നിന്ന് അസസ്മെൻറ്റ് നടത്തുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഈസ് എ ആനുവൽ ടാക്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഇത് ആരാണ് കൊടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ, അല്ലെങ്കിൽ ടാക്സ് ഈസ് ചാർജ് ഓൺ ദി എവരി പേഴ്സൺ. ഓക്കെ, ദെൻ എല്ലാ പേഴ്സൺസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് അസസിങ് കൂടെ ആണെങ്കിൽ, ഓക്കെ, സോ അത് ഇറ്റ് ഈസ് ചാർജ് ഓൺ ദി എവരി പേഴ്സൺ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ, അല്ലേ? നമ്മൾ മുമ്പ് പ്രീവിയസ് ഇയർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ എന്നാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് ഗവൺമെൻറ്? ഈ ചാർജ് ഓൺ ടു ദ ടാക്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഇയർ ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ ഇൻകത്തിൻ്റെ ടാക്സ് ചാർജ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. കാൽക്കുലേഷൻ ചെയ്യുന്ന വർഷമാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ടാക്സ് റേറ്റുകൾ അതായത് പ്രീവിയസ് ഇയറിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൽ വരുന്ന ടാക്സ് റേറ്റ് നമ്മൾ എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്? ദ ടാക്സ് റേറ്റ് ആർ ഫിക്സ്ഡ് ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്. ഫിനാൻസ് ആക്ട് മീൻസ് ബഡ്ജറ്റ് ആൻഡ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇതൊരു MCQ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ടാക്സ് റേറ്റ് എവിടെയാണ് പറയുന്നത് ചോദിക്കുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻസ് ഇൻകം ടാക്സ് ആക്ടിൽ മാത്രമല്ല ഓരോ വർഷങ്ങളിലെയും വരുന്ന ഓരോ വർഷം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഓരോ വർഷത്തെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ബഡ്ജറ്റ് വരാറുണ്ട്, അല്ലേ? സോ ആനുവൽ ഫിനാൻസ് ആക്ട് അഥവാ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിലും ടാക്സ് റേറ്റ് പറയുന്നുണ്ട്. ദെൻ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത്. അപ്പോൾ MCQ ചോദിക്കുകയാണെങ്കിൽ ബോത്ത് ഏതൊക്കെ? ആനുവൽ ഫിനാൻസ് ആക്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട്, ഇതിൻ്റെ അകത്താണ് ടാക്സ് റേറ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ, ഓക്കെ, അസസ്മെൻറ്റ് ഇയർ 2025-26. അപ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഈ ഒരു അസസ്മെൻറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റുകൾ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരാം. സാർ ഇത് ബഡ്ജറ്റ് ഫിനാൻസ് ആക്ട് എന്ന് തന്നെ പറയാം. ഫിനാൻസ് ആക്ട് മീൻസ് ബഡ്ജറ്റ്. ഓക്കെ, സോ ഫിനാൻസ് ആക്ട് 2024 അപ്ലിക്കബിൾ ആവുക, ഫിനാൻസ് ആക്ട് 2025 അപ്ലിക്കബിൾ ആവുക. 2025 ഫെബ്രുവരിയിലത്തെ ഫിനാൻസ് ആക്ട് 2025 അപ്ലിക്കബിൾ ആവുക, ഫിനാൻസ് ആക്ട് 2024 അപ്ലിക്കബിൾ ആവുക. ഓക്കെ, അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ ഏതാണ് 2024-25 ആണെങ്കിൽ 2024-25 പ്രീവിയസ് ഇയർ ആണെങ്കിൽ ദെൻ ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് 2024 നമുക്ക് എന്ത് ചെയ്യുന്നത്? അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, സോ 2025 ഫെബ്രുവരിയിൽ ഇത് വരുന്നത് അടുത്ത 2025-26 പ്രീവിയസ് ഇയറിനാണ്. അസസ്മെൻറ്റ് 2025-26 ഓക്കെ, അപ്പോൾ ഇത് ഒരു കോംബോ, ദറ്റ് ഈസ് എ പ്രീവിയസ് ഇയർ 24-25 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 25-26. ആ ഒരു കോമ്പിനേഷൻ, ഓക്കെ, ആ ഒരു പ്രീവിയസ് ഇയർ ആ ഒരു അസസ്മെൻറ്റ് ഇയർ ദറ്റ് ഈസ് അതിന് അപ്ലിക്കബിൾ ആവുന്നത് ഏത് വർഷത്തെ ഫിനാൻസ് ആക്ട് ആണ്? 2024 ഫിനാൻസ് ആക്ട് ആണ്. ഓക്കെ, 2025 ഫിനാൻസ് ആക്ട് എല്ലാം. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഫിനാൻസ് ആക്ട് 2024 ഇവിടുത്തെ പ്രീവിയസ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഡൗട്ട്, സാറേ ഫിനാൻസ് ആക്ട് എത്ര ഒരു വർഷത്തിൽ ഒരെണ്ണം? നോർമലി ഫിനാൻസ് ആക്ടുകൾ എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. പക്ഷേ എലക്ഷൻ വരുന്ന സമയം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 2024 നമുക്ക് മെയ്യിൽ എന്തുണ്ടായിരുന്നു? നമ്മളുടെ ലോക്സഭ ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ റൂളിംഗ് ഗവൺമെൻറ് എന്ത് ചെയ്യും? മെയ് മാസമാണല്ലോ ഇലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്ററിം ബഡ്ജറ്റ്. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് ഇൻ്ററിം ബഡ്ജറ്റ്. അത് പൊതുവെ നമ്മൾ ഫിനാൻസ് ആക്ട് നമ്പർ 1 എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, ഫിനാൻസ് ആക്ട് നമ്പർ 1. അപ്പോൾ ഇതൊരു ഇൻ്ററിം ബഡ്ജറ്റാണ്. കാരണം ഇവിടെ 2024 ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ചിലപ്പോൾ ഈ ഒരു റൂളിംഗ് ഗവൺമെൻറ് തന്നെ ആവണമെന്നില്ല അടുത്ത ഭരിക്കണം, കോൺഗ്രസോ BJP മാറിയൊക്കെ വരുന്നതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു വ്യൂ ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ ഫിനാൻസ് ആക്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം ആഫ്റ്റർ ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നോക്കുക 2024 ജൂലൈയിലാണ് അടുത്തൊരു ഫിനാൻസ് ആക്ട് 2024 അടുത്തൊരു ഫിനാൻസ് ആക്ട് വന്നു, ഫിനാൻസ് ആക്ട് നമ്പർ 2. ഓക്കെ, 2. അപ്പോൾ
ഇലക്ഷൻ വർഷങ്ങളിലൊക്കെ സാധാരണയായിട്ട് എത്രയും 2 ഫിനാൻസ് ആക്ട് ഉണ്ടാവാറുണ്ട്. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് ഫെബ്രുവരിയിൽ നമുക്ക് ഒറ്റ ബഡ്ജറ്റിൽ തന്നെയാണ് ഫിനാൻസ് ആക്ട് വരുന്നത്. അല്ലാത്ത ഇലക്ഷൻ്റെ ഇയറിൽ നമ്മൾ ലോക്സഭ അങ്ങനെയുള്ള പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഇൻ്ററിം ബഡ്ജറ്റായിട്ട് ഫിനാൻസ് ആക്ട് 1ഉം അതുപോലെ തന്നെ ഫിനാൻസ് ആക്ട് 2ഉം ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ടിനൊക്കെ ശേഷം ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ ഫിനാൻസ് ആക്ട് 2ഉം ഉണ്ടാവാറ് 2024 നമ്മളെല്ലാവരും അത് കണ്ടവരായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2024-25 പ്രീവിയസ് ഇയർ, അതുപോലെ തന്നെ 2025-26 അസസ്മെൻറ്റ് ഇയറിലോട്ട് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻസ് ആക്ട് 2024 വരെയുള്ള പ്രൊവിഷൻസ് ആണ്, അല്ലെങ്കിൽ ആനുവൽ ഫിനാൻസ് ആക്ട് ബഡ്ജറ്റാണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ് ടു 2026 എക്സാംസ് വരെ. ഓക്കെ, സോ പിന്നീട് 2026 ഡിസംബർ ആ ഒരു സമയങ്ങളിലെ എക്സാം, അല്ലെങ്കിൽ നവംബർ ആ സമയങ്ങളിലാണ് ഫിനാൻസ് ആക്ട് 2025 അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി വരാൻ പോകുന്നൊരു 1 ഇയർ വരെയുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 2025 മുഴുവനും 26ൻ്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഹാഫ് ഇയർ വരെ വരുന്ന എല്ലാ എക്സാമുകൾക്കും ഫിനാൻസ് ആക്ട് 24 തന്നെയാണ് എന്ത് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കുക. ഇറ്റ് ഈസ് എൻ ആനുവൽ ടാക്സ് ആണ്. ഇറ്റ് ഈസ് ചാർജ് ഓൺ ദി എവറി പേഴ്സൺ. ദെൻ പ്രീവിയസ് ഇയറിൽ എനിക്കതിന് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ആനുവൽ ഫിനാൻസ് ആക്ട് ആൻഡ് ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, യെസ്. ദെൻ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. വെൽത്ത് ടാക്സ് ഇപ്പോൾ അബോളിഷ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ടാക്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നിലവിൽ വന്നത് നമുക്കറിയാം. ആർട്ടിക്കിൾ 246ൻ്റെ 7th ഷെഡ്യൂളിൻ്റെ അകത്ത് അല്ലേ. സോ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിൻ്റെ അകത്തുള്ള ലിസ്റ്റ് 1ൻ്റെ അകത്ത് എൻട്രി നമ്പർ 82 ഉപയോഗിച്ചിട്ടാണ്, യൂണിയൻ ലിസ്റ്റിൻ്റെ എൻട്രി നമ്പർ 82 എന്നുള്ള അതിലെ പവർ ഉപയോഗിച്ചിട്ടാണ് പാർലമെൻറ്റ് ഇൻകം ടാക്സ് ആക്ട് 1961 എന്നത് നിലവിൽ വന്നത്. ദെൻ ആ ഒരു പവർ പറയുന്നത് എങ്ങനെയായിരുന്നു? പവർ ഓഫ് പാർലമെൻറ്റ് ടു മേക്ക് ലോസ് ഓൺ ദ ടാക്സസ് ഓൺ ദ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. എൻട്രി നമ്പർ 46 ഓഫ് ദി സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ എൻട്രി നമ്പർ 46. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിന് ടാക്സ് ചാർജ് ചെയ്യാനുള്ളത് ഏത് ടൈപ്പ് ഇൻകത്തിന് മാത്രമേ? ഓൾ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, സോ ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം പാർലമെൻറ്റിനും. അപ്പോൾ സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിനുള്ള പവർ ആയിരിക്കും നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അധികാരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ.